അസ്സലാമലൈക്കും. ഇതൊരു മട്ടൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. നല്ല നാടൻ മട്ടൻ ബിരിയാണി ഉമ്മയുടെ റെസിപ്പിയാണ്. ഉമ്മ തന്നെയാണ് ഉണ്ടാക്കിയതും. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അറിയാൻ വീഡിയോ മുഴുവനായിട്ടും കാണുക. വെറൈറ്റി ആയിട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ട് റെസിപ്പി ചെയ്യുമ്പോൾ അതിൻ്റെ സ്മെല്ല്, അതിൻ്റെ ടേസ്റ്റ് അതുപോലെ വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ ഒരു വെറൈറ്റി റെസിപ്പിയാണ്. എല്ലാവരും കാണാം കേട്ടോ. ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഏകദേശം 1 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. കാഷ്യൂ, കിസ്മിസ് വറുത്തെടുക്കാൻ വെച്ചത്, ജിഞ്ചർ, ചില്ലി ഗ്രൈൻഡ് ചെയ്തത്, ഗാർലിക് ഗ്രൈൻഡ് ചെയ്തത്, സവോള 4 എടുത്തിട്ടുണ്ട്, തക്കാളി 3, ജീരകം 2 ജീരകം പൊടിച്ച് വെച്ചത്, കറിവേപ്പില, മല്ലിയില, മസാലയില, പട്ട, ഗ്രാമ്പൂ, ഏലക്ക ആവശ്യത്തിന്, അരി 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ നമ്മൾ എടുത്തു വെച്ച കിസ്മിസും കാഷ്യൂസും അതിൽ ആഡ് ചെയ്ത് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല ബ്രൗൺ കളർ, നല്ല ക്രിസ്പി ആവണം. കാഷ്യൂ ഇട്ട് കഴിഞ്ഞിട്ടാണ് കിസ്മിസ് ഇടുന്നത്. രണ്ടും ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ കിസ്മിസ് പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് കാഷ്യൂ കുറച്ച് വറുത്തെടുത്തതിന് ശേഷം കിസ്മിസ് ആഡ് ചെയ്യുന്നത്. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതേ പാനിൽ തന്നെ നമുക്ക് ഇനി ഒനിയനും കൂടി ഫ്രൈ ചെയ്തെടുക്കണം. ഏകദേശം ആയിട്ടുണ്ട്. ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതിന് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളി ഇതിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ദമ്മിടുന്ന ടൈമിൽ ഇത് കുറച്ച് ലെയറായിട്ട് നമ്മൾ റൈസൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഇടും. ഉള്ളിയും കാഷ്യൂം കിസ്മിസും അതിൻ്റെ ഇടയിലിടും. അത് കഴിഞ്ഞ് അവസാനം ഗാർണിഷ് ചെയ്യുമ്പോൾ കൂടി കുറച്ചും കൂടെ അതിൻ്റെ മുകളിൽ കുറച്ച് ടോപ്പിങ്സ് ആയിട്ട് ഇടും. ഏകദേശം 4 സവാള എടുത്തിട്ടുണ്ട്. ഇത് മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഒനിയൻ അത് മാറ്റി വെച്ചു. അത് അവസാനം ഗാർണിഷ് ചെയ്യാനും കൂടിയാണ് അത് മാറ്റി വെച്ചിട്ടുള്ളത്. ഇനിയിപ്പം മസാല പ്രിപ്പയർ ചെയ്യുമ്പം ഒനിയൻ നല്ലതുപോലെ സോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബ്രൗൺ കളറാവോളം, ലൈറ്റ് ബ്രൗൺ കളറാവോളം സോട്ട് ചെയ്തെടുക്കുക. സോട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഏകദേശം 2 ടീസ്പൂൺ മിൽമയുടെയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നെയ്യ് ആഡ് ചെയ്യണം. ലേശം സോൾട്ടും കൂടി ആഡ് ചെയ്യാം. സോൾട്ട് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വഴറ്റുന്ന ടൈമിൽ നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴറ്റ് കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്.
ഇതിൻ്റെ കൂടെ തന്നെ 3 പട്ട കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൻ്റെ കൂടെ ഒനിയൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എണ്ണയിൽ ഈ മസാലയും കൂടി ഫ്രൈ ആവുമ്പം ഒരു വേറെ തന്നെ ഒരു ഫ്ലേവർ വരും. അതിന് വേണ്ടിയിട്ടാണ്. 4 ക്ലോവ്സ്, 2 സ്റ്റാർ, പിന്നെ 3 ഏലക്ക, ഇത്രയും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി സോട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ അതിൻ്റെ ഒരു ഫ്ലേവർ ഈ മസാലയ്ക്ക് വേറെ തന്നെ ഒരു ഫ്ലേവർ കിട്ടും. ഒരു 2 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു റോ സ്മെല്ല് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ചില്ലി പേസ്റ്റ് ചേർക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഏകദേശം 3 തക്കാളിയോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് മൂടി വെക്കുകയാണെങ്കിൽ തക്കാളി എല്ലാം നല്ലതുപോലെ ഉടഞ്ഞു കിട്ടും. ഇനി ഇതിലേക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. वन ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, वन ടീസ്പൂൺ മല്ലിപ്പൊടി, ഹാഫ് ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇത്രയും ചേർത്ത് ഒന്ന് മൂടി വെക്കുക. അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിനെ നമുക്ക് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം.
ഇവിടെ എല്ലാവർക്കും ബിരിയാണിയുടെ കൂടെ ചിക്കൻ ഫ്രൈ നിർബന്ധമാണ്. അതുകൊണ്ട് നമുക്ക് ഒരു സൈഡ് കൂടെ അത് റെഡിയാക്കിയിട്ട് എടുക്കാം. ബേ ലീവ്സും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. വൺ ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എരിവ് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കുറച്ചും കൂടെ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുത്തു. മല്ലി പുതിന രണ്ടും കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. അടിഭാഗം നല്ലതുപോലെ ഫ്രൈ ആയി. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. മുകളിലെ ഭാഗം കൂടി നല്ലതുപോലെ ഫ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ ബിരിയാണിയുടെ മസാല റെഡി ആയിട്ടുണ്ട്. മട്ടൺ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മട്ടൺ മസാല ചേർത്ത് കൊടുക്കാം. ബിരിയാണി റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഉണ്ട്. ചിക്കൻ ബിരിയാണിയുടെയും പ്രോൺസ് ബിരിയാണിയുടെയും വീഡിയോസിൽ റൈസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുള്ളത് റെസിപ്പി അവിടെ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. എല്ലാവരും നോക്കുക. കുറച്ച് മല്ലിയും പുതിനാവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. ദമ്മിടാൻ വേണ്ടിയിട്ട് നമ്മൾ റൈസ് ലെയറായിട്ട് ഇടാണ്. ഓരോ ലെയറിൻ്റെ ഇടയിലും മല്ലി പുതിന ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചത്, പിന്നെ മട്ടൻ്റെ മസാല പൗഡർ അത് കുറച്ച് വിതറി കൊടുക്കുക. അതിനോടൊപ്പം നെയ്യും കൂടി ഇട്ട് കൊടുക്കുക. ഒരു ലെയറും കൂടി അങ്ങനെ ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഒനിയൻസ്, കാഷ്യൂ, കിസ്മിസ് അത് മൂന്നും കൂടി നമുക്ക് ടോപ്പിങ്സ് ആയിട്ട് നല്ല ടോപ്പ് ലെയറിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വേണം നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കാൻ. നല്ല എയർ ടൈറ്റുള്ള കണ്ടെയ്നർ ആണെങ്കിൽ അങ്ങനെ തന്നെ ക്ലോസ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ദമ്മിടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യാറ്. അല്ലെങ്കിൽ നല്ല ഫോയിൽ പേപ്പറോ ഫോയിലോ അങ്ങനെ എന്തെങ്കിലും മാവ് കുഴച്ച് വെച്ചതോ അങ്ങനെ എന്തെങ്കിലും നല്ല എയർ ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് എയർ പോകുന്ന ഭാഗത്ത് വെച്ച് കൊടുക്കുക. നല്ല മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇവർ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അല്ലേ. അവർക്കിഷ്ടമായി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, ഉണ്ടാക്കുക, ഇതുപോലെ തന്നെ ഉണ്ടാക്കുക. എന്നിട്ട് എങ്ങനെയാണെന്നുള്ളത് എന്നെ അറിയിക്കുക. താങ്ക് യു.